കേരള യൂണിവേഴ്സിറ്റിയുടെ മാത്തമാറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറിലുള്ള കോംപ്ലക്സ് നമ്പർ എന്ന മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. e⁻z എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് z ആണ്. അതിൻ്റെ സീരീസ് ഫോം 1 + z + z²/2 ഫാക്ടോറിയൽ + z³ 3 ഫാക്ടോറിയൽ + ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ e⁻i⁻θ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഇസഡിനെ i⁻θ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ഈ തന്നിരിക്കുന്ന ഈ ഒരു സീരീസിനകത്ത് ഇസഡ് എവിടെയൊക്കെ വരുന്നുണ്ടോ അതിനെയെല്ലാം i⁻θ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് 1 + ഇസഡിന് വരെ i⁻θ കൊടുക്കുമ്പോൾ i⁻θ + i⁻2 ഫാക്ടോറിയൽ + i⁻3 ഫാക്ടോറിയൽ + ഇങ്ങനെ അങ്ങ് പോകും. ഇനി ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഫസ്റ്റ് ടേം 1 + i⁻θ, അടുത്തത് i⁻² ആകുമ്പോൾ i²θ² ആണ്. i² - 1 ദാറ്റ് ഈസ് -θ² 2 ഫാക്ടോറിയൽ. അടുത്ത ടേം i⁻3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് i³ എന്താ i³ എന്ന് പറഞ്ഞാൽ i³ നമുക്ക് i² × i എന്ന് എഴുതാം. i² - 1 ആണ്, ദാറ്റ് ഈസ് -i. സോ -i⁻³ 3 ഫാക്ടോറിയൽ. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ i⁻4 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് i⁴θ⁴. i⁴ നമുക്ക് i² × i² എന്ന് എഴുതാം. i² എന്ന് പറഞ്ഞാൽ -1 ആണ്, ദാറ്റ് ഈസ് -1 × -1. അങ്ങനെ ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെങ്ങനെ മാറ്റി എഴുതാം? θ⁴/4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അടുത്ത ടേം i⁻5/5 ഫാക്ടോറിയൽ ആണ്. i⁵ എന്ന് പറഞ്ഞാൽ i⁴ × i എന്ന് എഴുതാം. i⁴ 1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് i. സോ നമുക്ക് എന്ത് കിട്ടും? i⁻5/5 ഫാക്ടോറിയൽ + നമുക്കിവിടെ നിന്ന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യാം. i ഇല്ലാത്ത ടേമുകൾ ഏതൊക്കെയാണ്? 1 -θ²/2 ഫാക്ടോറിയൽ +θ⁴/4 ഫാക്ടോറിയൽ + അതേപോലെ i ഉള്ള ടേമിൽ നിന്ന് i കോമൺ എടുത്താൽ i × ഇവിടെ നിന്ന് i കോമൺ എടുത്താൽ θ, അടുത്ത ടേമിൽ നിന്ന് കോമൺ എടുത്താൽ -θ³ 3 ഫാക്ടോറിയൽ, അതേപോലെ ഇവിടെ നിന്ന് കോമൺ എടുത്താൽ θ⁵5/5 ഫാക്ടോറിയൽ + എന്ന് കിട്ടും. ദാറ്റ് ഈസ് e⁻i⁻ ഇത് ഏതിൻ്റെ ഫോമാണ്? ഈ തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos z സീരീസ് എക്സ്പാൻഷനാണ്. cos z = 1 - z²/2 ഫാക്ടോറിയൽ +z⁴/4 ഫാക്ടോറിയൽ -z⁻6/6 ഫാക്ടോറിയൽ + ഇതാണ് cos z എക്സ്പാൻഷൻ. ഇസഡിൻ്റെ സ്ഥാനത്ത് തീറ്റ കിടക്കുന്നു, അതുകൊണ്ട് ഇത് cos θയാണ്. +i × അതേപോലെ sin z സീരീസ് എക്സ്പാൻഷനാണ്. z - z³ 3 ഫാക്ടോറിയൽ +z⁵5/5 ഫാക്ടോറിയൽ ഇവിടെയും ഇസഡിൻ്റെ സ്ഥാനത്ത് തീറ്റ കിടക്കുന്നു, അതുകൊണ്ട് ഇത് sin θയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. e⁻i⁻ cos θ + i sin θ എന്ന് എഴുതാം. ഇനി അതേപോലെ നമുക്കറിയാം പോളാർ ഫോമിലേക്ക് നമ്മൾ എഴുതുമ്പോൾ എക്സിന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ x r cos θ ആണ്, yക്ക് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ r sin θയാണ്. സോ x r cos θ, y r sin θ. അങ്ങനെയാണെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം പോളാർ ഫോമിലേക്ക്? z x + iy r cos θ i r sin θ എന്ന് എഴുതാം. എക്സിന് പകരം r cos θ കൊടുത്തു, yക്ക് പകരം r sin θ കൊടുത്തു. രണ്ടിൽ നിന്നും r-നെ കോമൺ എടുത്താൽ r × cos θ + i sin θ എന്നായി. r × നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. cos θ + i sin θ ആണ് e⁻i⁻θ. സോ വിച്ച് ഈസ് ഈക്വൽ ടു r e⁻i⁻θ. സോ z r e⁻i⁻θ. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ. So, the polar representation of z is z r e⁻i⁻θ, where i⁻θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, z r × cos θ + i sin θ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എന്താ polar representation of complex number? The polar representation of complex number is z r × e⁻i⁻θ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. z r e⁻i⁻θയിൽ r എന്ന് പറഞ്ഞാൽ എന്താ?
ഇതെവിടെ നോക്കി, എക്സ് ആർ കോസ് തീറ്റയാണ്, വൈ ആർ സൈൻ തീറ്റയാണ് എങ്കിൽ നമുക്ക് എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. അതെന്താണ്? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇവിടുന്ന് രണ്ടിനും ആർ സ്ക്വയർ കോമൺ എടുത്താൽ എന്താ വരുന്നത്? ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. therefore which is equal to r സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താ? സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയും. അതായത് പോളാർ റെപ്രസെൻറ്റേഷനകത്ത് ആർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ്. അപ്പോൾ തീറ്റ എന്തായിരിക്കും? തീറ്റ നമ്മൾ ഓൾറെഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ നോക്കിയേ, എക്സ് ആർ കോസ് തീറ്റയും വൈ ആർ സൈൻ തീറ്റയാണെങ്കിൽ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ബൈ ആർ കോസ് തീറ്റ എന്ന് കിട്ടും. അവിടെ നമുക്ക് ആറും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അതെന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇസഡ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ, വെയർ ആർ ഈസ് മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആൻഡ് തീറ്റ ഈസ് ദി ആർഗ്യുമെൻ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പേഴ്സിലുള്ള 4 ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പോളാർ ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറയാമെന്നാണ്. നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം, ഇസഡ് 1 ആൻഡ് ഇസഡ് 2. ഇസഡ് 1 ഈക്വൽ ടു ആർ 1 ഇ റൈസ് ടു ഐ തീറ്റ 1 ആൻഡ് ഇസഡ് 2 ഈക്വൽ ടു ആർ 2 ഇ റൈസ് ടു ഐ തീറ്റ 2. ബി ദ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. അങ്ങനെയാണ് എങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? Z1 Z2 is equal to R1 e raised to I theta 1 into R2 e raised to I theta 2. ഇവിടെ നിന്ന് R1ഉം R2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R1 R2 കിട്ടും. അതേപോലെ നമുക്കറിയാം ഈ പവറിൽ 2 നമ്പേഴ്സ് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇസഡിൻ്റെ ഏതിൻ്റെയും പവറിൽ വരുമ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പവർ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇ റൈസ് ടു ഐ തീറ്റ 1 പ്ലസ് ഐ തീറ്റ 2 എന്ന് വരും. രണ്ടിനും ഐ കോമൺ എടുത്താൽ ഐ ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2. ഇതാണ് 2 കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ എന്ത് കിട്ടും? Z1 Z2 ഇസ് ഈക്വൽ ടു R1 R2 ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് കിട്ടും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 ഇസ് ഈക്വൽ ടു R1 ഇ റൈസ് ടു ഐ തീറ്റ 1 എന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം Z ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് എഴുതിയാൽ R മോഡുലസ് വാല്യൂ ആണ്. അതേപോലെ തീറ്റ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ R1 എന്താ? ഇവിടെ R1 എന്ന് പറഞ്ഞാൽ Z1ൻ്റെ മോഡുലസ് ആണ്. അതേപോലെ തീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ 1 Z1ൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. അതേപോലെ Z2 ഇസ് ഈക്വൽ ടു R2 ഇ റൈസ് ടു ഐ തീറ്റ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ R2 എന്ന് പറയുന്നത് Z2ൻ്റെ മോഡുലസ് ആണ്. അതേപോലെ തീറ്റ 2 എന്ന് പറയുന്നത് Z2ൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. ആണല്ലോ. ഇനി നമുക്കിവിടെ നോക്കി, നമുക്ക് Z1 Z2 എന്താ കിട്ടിയേക്കുന്നത്? Z1 Z2 ഇസ് ഈക്വൽ ടു R1 R2 ഇ റൈസ് ടു ഐ തീറ്റ 1 പ്ലസ് തീറ്റ 2. അപ്പോൾ എന്താ R1 R2? Z1 ഈക്വൽ ടു R1 ഇ റൈസ് ടു ഐ തീറ്റ 1 എന്ന് എഴുതിയാൽ R1 Z1ൻ്റെ മോഡുലസ്. അപ്പോൾ Z1 Z2 ഇതാണെങ്കിൽ R1 R2 ഏതിൻ്റെ മോഡുലസ് ആണ്? Z1 Z2ൻ്റെ മോഡുലസ് ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് Z1 Z2 ഇസ് ഈക്വൽ ടു R1 R2 വിച്ച് ഇസ് ഈക്വൽ ടു R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 Z1ൻ്റെ മോഡുലസ് ആണ്, R2 Z2ൻ്റെ മോഡുലസ് ആണ്. ദാറ്റ് ഈസ് മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ദെയർഫോർ മോഡുലസ് ഓഫ് Z1 Z2 ഇസ് ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2. അതേപോലെ Z1 Z2വിനകത്ത് ആർഗ്യുമെൻ്റ് എന്താ വന്നേക്കുന്നത്? തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർഗ്യുമെൻ്റ് ഓഫ് Z1 Z2. ആർഗ്യുമെൻ്റ് ഓഫ് Z1 Z2 ഈക്വൽ തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ തീറ്റ 1 എന്ന് പറഞ്ഞാൽ? തീറ്റ 1 നമുക്കറിയാം Z1ൻ്റെ ആർഗ്യുമെൻ്റ് ആണ്.
ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. നമ്മൾ നേരത്തെ പഠിച്ച പാർട്ട് 1-ൽ നമ്മൾ പറഞ്ഞ രണ്ട് റിസൾട്ടുകളാണ് മോഡ് Z1 Z2 ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2, ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 ഈസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. അതിൻ്റെ പ്രൂഫ് അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ എക്സ് പ്ലസ് ഐ വൈ ഇട്ട് അവിടെ പ്രൂഫ് എഴുതുന്നതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത് പോളാർ ഫോമിൽ നമുക്ക് പ്രൂഫ് എഴുതുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൂഫ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത് രണ്ടും പ്രൂവ് ചെയ്യുന്നത്. പോളാർ ഫോം ഇട്ട് ചെയ്യാം. ഇതേപോലെ എന്താ Z1/Z2? Z1/Z2 ഇസ് ഈക്വൽ ടു Z1ൻ്റെ വാല്യൂ R1 e raised to I theta 1 ബൈ Z2ൻ്റെ വാല്യൂ R2 e raised to I theta 2 ഇസ് ഈക്വൽ ടു R1/R2 ഇൻറ്റു ഇ റേസ് ടു ഈ കിടക്കുന്ന θ2 കൂടെ I θ2 ഈയുടെ പവറും കൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ അത് മുകളിൽ വരുമ്പം ഇ റേസ് ടു I θ1 ഇൻറ്റു ഇ റേസ് ടു I θ1 ഇൻറ്റു താഴെ കിടക്കുന്ന I θ2 മുകളിൽ പോകുമ്പോൾ ഇ റേസ് ടു മൈനസ് I θ2 എന്നാവും. അത് രണ്ടും കൂടി മുകളിൽ വരുമ്പോൾ പവറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ നമുക്ക് I θ1 മൈനസ് I θ2 എന്നാവും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? I ഇൻറ്റു θ1 മൈനസ് θ2 എന്ന് എഴുതാം. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് Z1/Z2ൻ്റെ ആർഗ്യുമെൻറ്റും പറയാൻ പറ്റും, അതേപോലെ മോഡുലസും പറയാൻ പറ്റും. നമ്മൾ നേരത്തെ Z1 Z2ൻ്റെ മോഡുലസും ആർഗ്യുമെൻറ്റും പറഞ്ഞതുപോലെ നമുക്കിവിടെ Z1/Z2ൻ്റെ മോഡുലസും ആർഗ്യുമെൻറ്റും പറയാം. എന്താ മോഡുലസ് ഓഫ് Z1/Z2? മോഡുലസ് ഓഫ് Z1/Z2 ഇസ് ഈക്വൽ ടു നമുക്കിവിടെ വന്നേക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? R1/R2 ആണ്. ഇസ് ഈക്വൽ ടു R1/R2. ഇസ് ഈക്വൽ ടു എന്താ R1 എന്ന് പറഞ്ഞാൽ? R1 എന്ന് പറയുന്നത് മോഡ് Z1 ആണ്, R2 എന്ന് പറയുന്നത് മോഡ് Z2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 ബൈ മോഡ് Z2. സോ മോഡുലസ് ഓഫ് Z1/Z2 ഇസ് ഈക്വൽ ടു മോഡ് Z1 ഡിവൈഡഡ് ബൈ മോഡ് Z2. അതേപോലെ എന്താ ആർഗ്യുമെൻറ്റ് ഓഫ് Z1/Z2? ആർഗ്യുമെൻറ്റ് ഓഫ് Z1/Z2 ഇസ് ഈക്വൽ ടു Z1/Z2ൽ തീറ്റയ്ക്ക് പകരം കിടക്കുന്ന വാല്യൂ ഏതാണ്? θ1 മൈനസ് θ2. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു θ1 മൈനസ് θ2. എന്താ θ1? θ1 എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ആണ്, θ2 ആർഗ്യുമെൻറ്റ് ഓഫ് Z2 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ മറ്റ് രണ്ട് റിസൾട്ടുകളാണ് മോഡ് Z1/Z2ഉം ആർഗ്യുമെൻറ്റ് ഓഫ് Z1/Z2. അപ്പോൾ ഈ 4 റിസൾട്ടും കൂടി നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കിട്ടിയ 4 റിസൾട്ടുകൾ ഏതൊക്കെയാണ്? ഒരെണ്ണം മോഡ് Z1/Z2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2. അതേപോലെ മോഡ് Z1/Z2 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ബൈ മോഡുലസ് ഓഫ് Z2. പിന്നെ ഏതാ പറഞ്ഞത്? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ഇൻറ്റു Z2 ഇറ്റ് ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. അതേപോലെ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2 ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിസൾട്ടുകളാണ്. നമുക്കറിയാം ഇ റേസ് ടു I തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റയാണ്. എങ്കിൽ എന്താ ഇ റേസ് ടു I തീറ്റ ദ ഹോൾ റേസ് ടു എൻ? നമുക്കറിയാം ഇ റേസ് ടു I തീറ്റ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു I തീറ്റ എൻ ആണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയുന്ന കാര്യമാണ് എക്സ് റേസ് ടു എൻ ദ ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ ആണ്. അതേപോലെ ഇ റേസ് ടു I തീറ്റ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു I തീറ്റ എൻ ആണ്. ഇവിടെ നോക്കിയേ, ഇ റേസ് ടു I തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ, അതായത് ഐയുടെ കൂടെ ആരാണോ വരുന്നത് അതാണ് ആംഗിളിൽ പോവേണ്ടത്. അപ്പോൾ ഇ റേസ് ടു I തീറ്റ എൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇ റേസ് ടു I തീറ്റ എൻ ആണെങ്കിൽ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ എൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? കോസ് എൻ തീറ്റ പ്ലസ് I സൈൻ എൻ തീറ്റ. തീറ്റ എൻ എന്ന് എഴുതിയാലും എൻ തീറ്റ എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റാം. ഇ റേസ് ടു I തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു എൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി? കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് I സൈൻ എൻ തീറ്റ. ഈ ഒരു റിസൾട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഡി മോവിയസ് തിയറം. അപ്പോൾ എന്താ ഡി മോവിയസ് തിയറം? കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് I സൈൻ എൻ തീറ്റ. പവറിൽ വരുന്ന നമ്പർ ആംഗിളിലേക്ക് പോവും. എങ്കിൽ എന്താ കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ
അത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ എന്ന് കിട്ടും. പവറിൽ 10 പോയാൽ ആംഗിളിൽ തീറ്റയോടൊപ്പം ആ 10 വരും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എക്സ്പ്രസ് സൈൻ 3 തീറ്റ ആൻഡ് കോസ് 3 തീറ്റ ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. സൈൻ 3 തീറ്റയെയും കോസ് 3 തീറ്റയും നമ്മൾ സൈൻ തീറ്റയുടെയോ കോസ് തീറ്റയുടെയോ പവറിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സൈൻ 3 തീറ്റയും കോസ് 3 തീറ്റയും അതിനകത്താണ് വരുന്നത്, ആ ടേം വരുന്നത്. അതായത് നമുക്ക് ഈ ഒരു ടേം എടുത്ത് ചെയ്താൽ മതി. കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ. കാരണം ഇതിനകത്താണ് നമുക്ക് കോസ് 3 തീറ്റയും സൈൻ 3 തീറ്റയും വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താ? കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ. നമുക്ക് ഡി മോവിയസ് തിയറം വെച്ചിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതായത് പവറിൽ വരുന്ന നമ്പർ ആംഗിളിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിളിൽ വന്ന നമ്പറിനെ നമുക്ക് പവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ബൈ ഡി മോവിയസ് തിയറം വി ഹാവ് cos 3 theta plus I sin 3 theta is equal to cos theta plus I sin theta the whole cube, which is equal to ഇതിനെ നമുക്ക് a plus b the whole cube വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ത് കിട്ടും? a ക്യൂബ്, ദാറ്റ് ഈസ് cos ക്യൂബ് തീറ്റ പ്ലസ് 3a സ്ക്വയർ b, ദാറ്റ് ഈസ് 3 ഇൻറ്റു cos സ്ക്വയർ തീറ്റ ഇൻറ്റു I sin തീറ്റ പ്ലസ് അടുത്ത ടേം ഏതാണ്? a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab square, that is 3 into cos theta into I sin theta the whole square plus b cube. b cube എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ക്യൂബാണ്? I sin തീറ്റയുടെ ക്യൂബ്. ഇപ്പോൾ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ കിട്ടും? കോസ് ക്യൂബ് തീറ്റ പ്ലസ് ഇതിനകത്തൊരു ഐ ഉണ്ട്. ഐ അങ്ങ് ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഐ ഇൻറ്റു 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. അതേപോലെ ഇവിടെ എടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ -1 ആണ്. ബാക്കി വരുന്നത് 3 കോസ് തീറ്റ സൈൻ തീറ്റയുടെ സ്ക്വയർ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ. അതേപോലെ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഐ ക്യൂബ് വരും. ഐ ക്യൂബ് -i ആണ്. -i സൈൻ ക്യൂബ് തീറ്റ. പിന്നെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്താൽ എന്ത് വരും? ഐ ഇല്ലാത്ത ടേമുകൾ, ഈ രണ്ട് ടേമുകളാണ് ഐ ഇല്ലാത്ത ടേമുകൾ. അപ്പോൾ എങ്ങനെ വരും? കോസ് ക്യൂബ് തീറ്റ -3 കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇത്രയാണ് ഐ ഇല്ലാത്ത ടേം, ദാറ്റ് ഈസ് റിയൽ പാർട്ട്. പ്ലസ് ഇനി ഐ ഉള്ള ടേമിൽ നിന്ന് ഐ കോമൺ എടുത്താൽ എന്ത് കിട്ടും? ഐ ഇൻറ്റു ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് ഇവിടെ നിന്ന് ഐ കോമൺ എടുത്താൽ സൈൻ ക്യൂബ് തീറ്റ. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഏത് ഫോമിലായി? എക്സ് പ്ലസ് ഐ വൈ ഫോമിലായി. നോക്കി, ഇത് ഒരു എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ കിടക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ് കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ. ഇപ്പുറത്ത് കിടക്കുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. രണ്ട് കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവുന്നത്? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആവണം, ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആവണം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ റിയൽ പാർട്ട് തന്നെയായിരിക്കും റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് എഴുതാൻ പറ്റും? ദെയർഫോർ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് നമുക്ക് എന്ത് കിട്ടും? കോസ് 3 തീറ്റ ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് 3 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇതാണ് കോസ് 3 തീറ്റയുടെ വാല്യൂ. അതേപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ 3 തീറ്റ ഈസ് ഈക്വൽ ടു 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ. ഈ കിടക്കുന്ന കോസ് 3 തീറ്റയും സൈൻ 3 തീറ്റയും കോസിൻ്റെയും സൈനിൻ്റെയും പവറുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കോസ് 3 തീറ്റയെ കോസിൻ്റെ മാത്രം പവറായിട്ടും സൈൻ 3 തീറ്റയെ സൈൻ്റെ മാത്രം പവറായിട്ടും എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമുക്കറിയാം കോസ് 3 തീറ്റ തന്നേക്കുന്നത് കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. നമുക്ക് കോസിൻ്റെ മാത്രം പവർ ആക്കണമെങ്കിൽ അതിനകത്ത് നിന്നും ഈ സൈൻ്റെ പവറിനെ മാറ്റണം. എങ്ങനെ സൈൻ്റെ പവറിനെ മാറ്റാം? ഫസ്റ്റ് ടേമിന് മാറ്റമൊന്നുമില്ല, ദാറ്റ് ഈസ് കോസ് ക്യൂബ് തീറ്റ -3 കോസ് തീറ്റ ഇൻറ്റു ഈ സൈൻ സ്ക്വയർ തീറ്റ മാറ്റണം. സൈൻ എങ്ങനെയാണ് നമ്മൾ കോസിലോട്ട് മാറ്റുന്നത്? സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇനി ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇസ് ഈക്വൽ ടു കോസ് ക്യൂബ് തീറ്റ -3 കോസ് തീറ്റ. 3 കോസ് തീറ്റ ഇൻറ്റു 1 3 കോസ് തീറ്റ. അതേപോലെ 3 കോസ് തീറ്റയെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് മൈനസോട് ചേർന്ന് പ്ലസ് ആവും. 3 കോസ് ക്യൂബ് തീറ്റ എന്ന് കിട്ടും. അപ്പം ആദ്യം ഒരു കോസ് ക്യൂബ് തീറ്റയുണ്ട്, 3 കോസ് ക്യൂബ് തീറ്റയുണ്ട്, ദാറ്റ് ഈസ് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ഇതാണ്
cos 3 തീറ്റ ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് കോസ് തീറ്റ. അതേപോലെ നമുക്ക് സൈൻ 3 തീറ്റയെയും സൈൻ്റെ മാത്രം പവറിൽ എഴുതാൻ പറ്റും. എന്താ സൈൻ 3 തീറ്റ തന്നേക്കുന്നത്? 3 cos സ്ക്വയർ തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റയാണ്. സൈനിൽ മാത്രം മാറ്റണമെങ്കിൽ ആദ്യത്തെ കോസ് സ്ക്വയർ തീറ്റയെ മാറ്റണം. അതിനെങ്ങനെ മാറ്റും? 3 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് വരും? 3 ഇൻറ്റു 1 3 മൈനസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ആകുമ്പോൾ 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇനി ഒരു സൈൻ തീറ്റയും കൂടെ ഉണ്ട് മൈനസ് സൈൻ ക്യൂബ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനിയും സൈൻ തീറ്റ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദാറ്റ് ഈസ് 3 സൈൻ തീറ്റ മൈനസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ ക്യൂബ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 3 സൈൻ ക്യൂബ് തീറ്റയും മൈനസ് സൈൻ ക്യൂബ് തീറ്റയും കൂടെ ആകുമ്പോൾ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ 3 തീറ്റ ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് സൈൻ തീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് z raised to n plus 1 by z raised to n is equal to 2 cos n theta and z raised to n minus 1 by z raised to n is equal to 2i sin n theta if z equal to e raised to i theta. z e raised to i theta ആണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? z raised to n plus 1 by z raised to n വാല്യൂ പ്രൂവ് ചെയ്യണം. z e raised to i theta തന്നിട്ടുണ്ട്. e raised to i theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos theta plus i sin theta ആണ്. സോ z is equal to cos theta plus i sin theta ആണ്. അപ്പോൾ നമുക്ക് z raised to n എന്ത് കിട്ടും? z raised to n is equal to cos theta plus i sin theta the whole raised to n എന്ന് എഴുതാം. ഇനി ഡിമോവിയസ് തിയറം അനുസരിച്ചിട്ട് ഇതെന്താണ്? ഇത് ഇസ് ഈക്വൽ ടു പവറിൽ കിടക്കുന്ന n ആംഗിളിൽ പോവും, കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇസഡ് റൈസ് ടു എന്നിനെ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. അതേപോലെ എന്താ 1 ബൈ ഇസഡ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ 1 ബൈ ഇസഡ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇസഡ് റൈസ് ടു മൈനസ് എൻ ആണ്. മുകളിൽ വരുമ്പോൾ പവർ നെഗറ്റീവ് ആവും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് തീറ്റ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്, ഹോൾ റൈസ് ടു മൈനസ് എൻ. ഇവിടെയും നമുക്ക് ഡിമോവിയസ് തിയറം അപ്ലൈ ചെയ്താൽ മൈനസ് എൻ ആണ് ആംഗിളിൽ പോകുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടും? കോസ് മൈനസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് എൻ തീറ്റ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് മൈനസ് തീറ്റ എന്താണ്? കോസിൻ്റെ ആംഗിളിൽ നെഗറ്റീവ് വന്നാലും അത് പോസിറ്റീവാണ്, ദാറ്റ് ഈസ് കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് മൈനസ് എൻ തീറ്റ ആകുമ്പോൾ കോസ് എൻ തീറ്റ എന്ന് കിട്ടും. ഇനി സൈൻ്റെ ആംഗിളിൽ മൈനസ് വന്നാൽ ആ മൈനസ് പുറത്ത് വരും. അത് നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് റിസൾട്ടുകൾ ഇതാണ്. സൈൻ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റയാണ്, കോസ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോസിൻ്റെ ആംഗിളിൽ കിടക്കുന്ന മൈനസ് അങ്ങ് പോവും, സൈൻ്റെ ആംഗിളിൽ കിടക്കുന്ന മൈനസ് പുറത്ത് വരും, ദാറ്റ് ഈസ് മൈനസ് ഐ സൈൻ എൻ തീറ്റ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ എന്ത് കിട്ടും? ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇസഡ് റൈസ് ടു എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റയാണ്. സോ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ പ്ലസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ എന്താണ്? 1 ബൈ ഇസഡ് റൈസ് ടു എന്നിൻ്റെ വാല്യൂ ഇതായി എഴുതിയിട്ടുണ്ട്, കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ. ഇതിൽ പ്ലസ് ഐ സൈൻ എൻ തീറ്റയും മൈനസ് ഐ സൈൻ എൻ തീറ്റയും ക്യാൻസലായി പോവും. ബാക്കി 2 കോസ് എൻ തീറ്റകളുണ്ട്, ദാറ്റ് ഈസ് 2 കോസ് എൻ തീറ്റ. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 2 കോസ് എൻ തീറ്റ. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അതേപോലെ അടുത്ത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇസഡ് റൈസ് ടു എൻ മൈനസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ. ഇതേപോലെ ചെയ്യുക. ഇസഡ് റൈസ് ടു എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റയാണ്, മൈനസ് 1 ബൈ ഇസഡ് റൈസ് ടു എൻ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ കോസ് എൻ തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ. ഇറ്റ് ഇസ് ഈക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് കിട്ടും. ഇവിടെ ഓപ്പോസിറ്റ് സൈൻ വന്നേക്കുന്ന ആർക്കാണ്? കോസ് എൻ തീറ്റയ്ക്കും മൈനസ് കോസ് എൻ തീറ്റയ്ക്കുമാണ്. അത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 2 ഐ സൈൻ എൻ തീറ്റകളുണ്ട്, ദാറ്റ് ഈസ് 2 ഐ
സൈൻ എൻ തീറ്റ. അത് തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇസഡ് റൈസ് ടു എൻ മൈനസ് 1 ഇസഡ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 2i സൈൻ എൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എന്താ ഇസഡ് പ്ലസ് 1 ഇസഡിൻ്റെ വാല്യൂ? ഇസഡ് പ്ലസ് 1 ഇസഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഇസഡും 1 ഇസഡും ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ ഇതിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ഇസഡ് റൈസ് ടു എൻ ആണ്. അതിൽ എന്നിന് പകരം 1 കൊടുത്താൽ പോരെ. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ എൻ ഇസ് ഈക്വൽ ടു 1 നമുക്ക് എന്തെന്ന് റിസൾട്ട് കിട്ടും? 1 ഇസഡ് പ്ലസ് 1 ഇസഡ് ഇസ് ഈക്വൽ ടു 2 കോസ് എന്നിന് പകരം 1 കൊടുത്താൽ 2 കോസ് തീറ്റ എന്ന് കിട്ടും. അതേപോലെ ഇസഡ് മൈനസ് 1 ഇസഡ് ഇസ് ഈക്വൽ ടു 2i സൈൻ എൻ തീറ്റയിൽ 1 കൊടുത്താൽ 2i സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഇത് മാത്രമാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ, ഇസഡ് പ്ലസ് 1 ഇസഡും ഇസഡ് മൈനസ് 1 ഇസഡുമാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തൊട്ടു മുന്നേ ചെയ്ത രീതിയിൽ ഇതേപോലെ എഴുതിയിട്ട് റൈസ് ടു എന്നിലല്ല ഇസഡിൻ്റെ വാല്യൂ എഴുതുക, 1 ഇസഡിൻ്റെ വാല്യൂ എഴുതുക, ആഡ് ചെയ്ത് ഈ റിസൾട്ടിൽ കൊണ്ടുവരണം. ഇനി ഇപ്പോൾ ചെയ്തതുപോലെ ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ഇസഡ് റൈസ് ടു എന്നും ഇസഡ് റൈസ് ടു എൻ മൈനസ് 1 ഇസഡ് റൈസ് ടു എന്നും പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഡെഡ്യൂസ് ദാറ്റ് എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഈ പവർ റൈസ് ടു എന്നിൻ്റെ ക്വസ്റ്റ്യന് ശേഷം ഇത് ചോദിക്കുമ്പോൾ മാത്രം എന്നിന് 1 ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് പറയുമ്പോൾ കൂടുതൽ സൗകര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ കോസ് ക്യൂബ് തീറ്റ ഇൻ ടേംസ് ഓഫ് കോസ് 3 തീറ്റ ആൻഡ് കോസ് തീറ്റ. കോസ് ക്യൂബ് തീറ്റയുടെ എക്സ്പ്രഷൻ കോസ് 3 തീറ്റയുടെയും കോസ് തീറ്റയുടെയും ടേമിൽ കണ്ടുപിടിക്കണം എന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ് നിർത്തിയ റിസൾട്ട് ഇസഡ് പ്ലസ് 1 ഇസഡ് ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ. അപ്പോൾ വി ഹാവ് ഇസഡ് പ്ലസ് 1 ഇസഡ് ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ. കാരണം നമുക്ക് കോസ് ക്യൂബ് തീറ്റയാണ് വേണ്ടത്, അതുകൊണ്ടാണ് കോസ് തീറ്റയുള്ള എക്സ്പ്രഷൻ എഴുതിയേക്കുന്നത്. ഇവിടെ നമുക്ക് കോസ് തീറ്റ എന്ത് കിട്ടും? സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇസഡ്. അപ്പോൾ നമ്മുടെ കോസ് തീറ്റയുടെ വാല്യൂ 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇസഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കോസ് ക്യൂബ് തീറ്റ എങ്ങനെ എഴുതാം? സോ കോസ് ക്യൂബ് തീറ്റ ഈസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്നതിൻ്റെ ക്യൂബ്. അപ്പോൾ 1/2ൻ്റെ ക്യൂബ് എന്താണ്? 1/8 ആണ്. ഇനി അതിൻ്റെ ക്യൂബ് കൂടെ എടുത്താൽ മതി, ഇസഡ് പ്ലസ് 1 ഇസഡിൻ്റെ ക്യൂബ് എടുത്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇസഡിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? എ ക്യൂബ്, ദാറ്റ് ഈസ് ഇസഡ് ക്യൂബ്, പ്ലസ് 3a² ബി, ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇസഡ് സ്ക്വയർ ഇൻറ്റു 1 ഇസഡ്, പ്ലസ് 3ab², ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇസഡ് ഇൻറ്റു 1 ഇസഡിൻ്റെ സ്ക്വയർ, പ്ലസ് ബി ക്യൂബ്. ബി ക്യൂബ് എന്ത് വരും? 1 ഇസഡിൻ്റെ ക്യൂബ്, ദാറ്റ് ഈസ് 1 ഇസഡ് ക്യൂബ്. ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് ഇവിടെ ഇസഡ് സ്ക്വയറും ഇസഡും ഓരോ ഇസഡ് ക്യാൻസലായി പോവും, ബാക്കി വരുന്നത് 3 ഇസഡ്. അതേപോലെ ഇവിടെയും ഒരു ഇസഡും ഇസഡ് സ്ക്വയറും ഓരോ ഇസഡ് ക്യാൻസലായി പോവും, ബാക്കി നമുക്ക് 3 ഇസഡ് എന്ന് കിട്ടും, പ്ലസ് 1 ഇസഡ് ക്യൂബ്. ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇസഡ് ക്യൂബാണ്, അതേപോലെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ഇസഡ് ക്യൂബാണ്. അതിന് രണ്ടിനെയും ഒരുമിച്ചെടുക്കുക. ഇനി മിഡിലിൽ വരുന്ന 2 ടേമിൽ നിന്ന് നമുക്ക് 3 കോമൺ എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇസഡ് ഇങ്ങനെ കിട്ടും. അപ്പോൾ 1/8 ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് 1 ഇസഡ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇസഡ്. നമ്മൾ പഠിച്ച റിസൾട്ട് നമ്മൾ എന്താ ആദ്യം പറഞ്ഞത്? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന റിസൾട്ട് ഇതാണ്, ഇസഡ് റൈസ് ടു എൻ പ്ലസ് 1 ഇസഡ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 2 കോസ് എൻ തീറ്റ എന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇസഡ് പ്ലസ് 1 ഇസഡ് 2 കോസ് തീറ്റ എന്ന് എഴുതിയത്. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് ഇസഡ് ക്യൂബ് പ്ലസ് 1 ഇസഡ് ക്യൂബ് എന്തായിരിക്കും? ഇസഡ് ക്യൂബ് പ്ലസ് 1 ഇസഡ് ക്യൂബ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 3 തീറ്റയാണ്. എന്നിനെ 3 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 1/8 ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് 1 ഇസഡ് ക്യൂബിന് പകരം 2 കോസ് 3 തീറ്റ പ്ലസ് 3 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്, നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇസഡ് പ്ലസ് 1 ഇസഡ് ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റയാണ്. അത് കൊടുക്കുമ്പം 3 ഇൻറ്റു 2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 2 കോസ് 3 തീറ്റ പ്ലസ് 6 കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി ഇറ്റ്സ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1/8 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 1/4 കോസ് 3 തീറ്റ പ്ലസ് 6ഉം 8 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
3/4 കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. കോസ് ക്യൂബ് തീറ്റ ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റ ആൻഡ് കോസ് 3 തീറ്റ.